ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശടയാളം വലുത്, രീതിയും അർത്ഥവും. കുരിശടയാളത്താൽ പവിത്രീകരിക്കുക എന്നത് ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഹൃദയവും മനസ്സും പങ്കുചേരാതെ കൈകൾ കൊണ്ട് മാത്രമുള്ള കുരിശുവര അർത്ഥരഹിതമാണ്. നമ്മുടെ നെറ്റിയും നെഞ്ചും ഓരോ അവയവവും കുരിശടയാളത്താൽ മുദ്ര കുത്തപ്പെടുമ്പോൾ നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ ദാസനും ദാസിയുമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. വലിയ കുരിശടയാളം വരയ്ക്കേണ്ടതെങ്ങനെയെന്നും അതിൻ്റെ അർത്ഥമെന്തെന്നും നമുക്ക് നോക്കാം. കൈകൾ കൂപ്പിയാണ് കുരിശ് വരയ്ക്കാൻ തുടങ്ങുന്നത്. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വലതുകരത്തിൻ്റെ തള്ളവിരൽ മാത്രം നിവർത്തി വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന് പറഞ്ഞ് നെറ്റിത്തടത്തിൽ കുരിശ് വരയ്ക്കുന്നു. നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും ഉറവിടമായ നെറ്റിത്തടം ആശീർവദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തുടർന്ന് കൈകൾ താഴ്ത്തി അധരങ്ങളിൽ കുരിശ് വരച്ചുകൊണ്ട് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അധരം ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയും സംസാരത്തെയും വിശുദ്ധീകരിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ നെഞ്ചിലേക്ക് കരങ്ങൾ താഴ്ത്തി ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയവികാരത്തെയും വിചാരത്തെയും ആശീർവദിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കൈകൾ ഉയർത്തി പിതാവിൻ്റെയും എന്ന് പറയുമ്പോൾ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെയും, കരങ്ങൾ താഴ്ത്തി നെഞ്ചിലേക്ക് പുത്രൻ്റെയും എന്ന് പറയുമ്പോൾ നമുക്കായി ഭൂമിയിലേക്ക് ഇറങ്ങിയ ഈശോയെയും, തുടർന്ന് ഇടത് തോളിൽ നിന്ന് വലത് തോളിലേക്ക് കൈകൾ ചലിക്കുമ്പോൾ നമുക്കായി രക്ഷ നൽകാനായി നമ്മുടെ ഈശോ സഹിച്ച പീഡാനുഭവങ്ങളെക്കുറിച്ചും ത്രിത്വത്തെക്കുറിച്ചും നമുക്ക് ഓർക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന ത്രിത്വൈക സ്തുതിയോടെ നാം കുരിശ് വരയ്ക്കുന്നത് രക്ഷയിലേക്കുള്ള പ്രവേശനമാണെന്ന് പറയാം. പൂർവികർ ക്രൈസ്തവൻ്റെ പ്രാരംഭ പ്രാർത്ഥനയായി കണ്ട ഈ പുണ്യക്രമം ഭക്തിയോടെ നമുക്ക് സ്വന്തമാക്കാം. കൈകൾ കൊണ്ട് മാത്രമല്ല, വിശ്വാസം കൊണ്ട് കുരിശ് വരയ്ക്കുക. വിശുദ്ധ കുരിശ് വരച്ച് വഴി നടന്ന എല്ലാ അത്ഭുതങ്ങളും നമുക്ക് പ്രചോദനമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.